രാവിലെ തന്നെ മൈക്ക് വെച്ച് ഇങ്ങനെ തുടങ്ങല്ലേ. അതേടാ മോനെ, ഭാര്യ വന്നതിന് ശേഷം ഞങ്ങൾക്കൊക്കെ ഇവിടെ എന്താ വില? എന്തിനാ എല്ലാത്തിനും എന്റെ കെട്ടിയോളെ കുട്ടി പറയുന്നേ? നിങ്ങളുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്നില്ലേ, എന്നെ പറയണം. എടാ മോനെ, എല്ലാം നന്നായി നടന്നോ? എന്തിനെ കുറിച്ചാ മുത്തശ്ശി സംസാരിക്കുന്നേ? അതന്നെ. ലിഫ്റ്റോ? അത് ഇന്നലെ തന്നെ ശരിയാക്കില്ലേ? അതല്ലടാ, അത് ഓ ആ അത് തന്നെ. വണ്ടിയൊക്കെ അന്ന് തന്നെ റെഡിയാക്കില്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ അത് ചോദിക്കുന്നേ? എടാ, ഒന്നും അറിയാത്ത വിഡ്ഢിച്ചക്ക, ഞാൻ ചോദിച്ചത് രാത്രിയിലൊക്കെ നന്നായി നടന്നോന്ന്. ഇപ്പോഴാ മനസ്സിലാവുന്നത്. നിങ്ങൾ ഇത്രയും നേരം അത് ഇതെന്നൊക്കെ പറഞ്ഞത് ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചാണോ? ആ എന്റെ ഈശ്വര, നിനക്ക് ഇപ്പോഴേലും മനസ്സിലായല്ലോ. അയ്യോ മുത്തശ്ശി, ഈ വയസ്സാം കാലത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ നിങ്ങൾക്ക്? ചോദിച്ചതിന് ഉത്തരം പറയടാ ബാലത്രിപുര സുന്ദരിയുടെ ഭർത്താവേ. രാവിലെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ വേറെ ഒന്നുമില്ലേ? ഇങ്ങോട്ട് നോക്കുക, അതല്ലേ ഞങ്ങളുടെ പേഴ്സണലാ, അതൊന്നും ഞാൻ ഷെയർ ചെയ്യില്ല. എന്തെങ്കിലും ടിപ്സ് വേണമെങ്കിൽ ചോദിക്കണേ. ഇങ്ങോട്ട് നോക്കും മുത്തശ്ശി, കുറച്ചെങ്കിലും നിങ്ങളുടെ പ്രായത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കണേ. ഇതല്ലേ ഒരു കൊച്ചുപോലെ സംസാരിക്കുന്ന സംസാരമാണോ? അന്നത്തെ കാലത്ത് നിങ്ങളുടെ മുത്തശ്ശൻ. അയ്യോ, ഇങ്ങോട്ട് നോക്കി, ഞാൻ നിങ്ങളുടെ കാല് വേണം പിടിക്കാം. ദേവീതി ഞാൻ ഇഡ്ഡലി ഒന്ന് കഴിച്ചോട്ടെ. ചായ എത്തിയല്ലോ, നീ അവിടെ ഇരുന്ന് കഴിക്കുമോളെ. സാരല്ല മുത്തശ്ശി, എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ